ചത്താലും കരയാനും പോണില്ല. കരഞ്ഞാൽ ഞാൻ അന്ന് അവിടെ വിറ്റ്. അതായത് ചത്താലും കരയാൻ പോലുള്ള ഈ കരച്ചിൽ എന്ന് പറഞ്ഞ സാധനം തന്നെ അത് അത്ര മോശം കാര്യമാണ്. കാര്യം ഇപ്പൊ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഞാൻ സായി കൃഷ്ണൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന സീക്രട്ട് ഏജന്റിനേക്ക് അതിന്റെ ഉള്ളിനകത്ത്. പക്ഷെ എന്നാൽ പുള്ളിയുടെ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് ഞാൻ ഒരിക്കലും സീക്രട്ട് ഏജന്റ് ആയിട്ടായിരിക്കൂല ബിഗ് ബോസിന്റെ ഉള്ളിനകത്തേക്ക് വരുന്നത്, സായി കൃഷ്ണനായിട്ടായിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഈ കാറിനകത്ത് ഇരുന്നിട്ട് ഈ പറയുന്നത്, അതായത് ഇപ്പൊ പലരും പറഞ്ഞു വെച്ചൊരു സംഭവമാണ് പുള്ളി കാറും കൊണ്ടായിരിക്കും ഉള്ളിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. അതായത് എല്ലാവരും ഈ കാറിന്റെ അകത്ത് ഇരിക്കുന്ന ഈ കാറിനകത്ത് ഇരുന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു സീക്രട്ട് ഏജന്റിനെ മാത്രമായിരിക്കും ഭൂരിഭാഗം പേർക്ക് അറിയാവുന്നത്. പക്ഷെ ആരാണ് ഈ സായി കൃഷ്ണൻ, അതേപോലെ തന്നെ പുള്ളിയുടെ ലൈഫ് എന്താണ്, പുള്ളി അപ്പൊ എങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ എന്നൊക്കെ പലർക്കും അറിയില്ലായിരിക്കും. എല്ലാവർക്കും ഈ പുള്ളി ഓരോ വിഷയത്തിനകത്ത് റിയാക്ട് ചെയ്യണത് മാത്രം അറിയുള്ളായിരിക്കും. അപ്പൊ പുള്ളിയുടെ റിയൽ ക്യാരക്ടർ എന്താന്ന് ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളായിരിക്കും നമ്മളെല്ലാവരും കാണാൻ പോകണം. അത് കാണുമ്പോഴത്തേക്കും അത് എത്ര പേർക്ക് ആക്സെപ്റ്റ് ആവും ഇല്ല, അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിനകത്ത്. അപ്പൊ ഈ ബിഗ് ബോസിനകത്തേക്ക് സീക്രട്ട് ഏജന്റ് പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വന്ന ഡൗട്ടാണ്, ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസത്തിന്റെ അടുത്ത് അതിന്റെ അകത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ ഈ 100 ദിവസത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ചാനൽ ഡൗൺ ആയി പോകൂലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച്. പിന്നെയാണ് എന്റെ പൊന്നോ പുള്ളിക്കാരൻ മാസ്റ്റർ ബ്രെയിൻ ഞാൻ പിന്നെയാണ് പുള്ളി എങ്ങനെ കണക്കുന്ന ഒരു ഗെയിമറാണെന്ന്, പുറത്ത് പുള്ളി എങ്ങനത്തെ ഒരു ഗെയിമറാണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടാണ് പോയത്. അതായത് പുള്ളി അതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്കും പുള്ളിയുടെ വൈഫും അതേപോലെ തന്നെ ഇപ്പോൾ ജിത്തുബായ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഫ്രണ്ടും കൂടെ ബിഗ് ബോസിന്റെ റിവ്യൂ ഇടും. അത് എന്ത് ഐഡിയ ഉള്ളേ. കാര്യം അവർ റിവ്യൂ ഇടുമ്പോഴത്തേക്കും 100 ദിവസം ചാനൽ ഓൺ ആയിട്ടിരുന്നോളൂ, അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ ഉണ്ട് ആ വീഡിയോകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഇട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് അവർ പറയുന്ന കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. പിന്നെ അതേപോലെ സായി അതിലൊരു പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ അത് കുറച്ച് മാറ്റി വെക്കും എന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളെല്ലാരും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കാരണം ആ സമയത്ത് പെട്ടെന്നുള്ള വിക്ഷോഭങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരാം. നമ്മളെ ജാനുമണി ചേച്ചിന്റെ അസിസ്റ്റന്റ് ആവുന്നുള്ളതല്ല. അതെ, ഓക്കെ. അപ്പൊ ഇവരോട് പറയാന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആ ഒരു വിഷയം, അതായത് ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസിനകത്താണെങ്കിലും പുള്ളിക്കാരൻ എപ്പോഴും ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് പല കാര്യങ്ങളും പറയാറ്. കാര്യം അങ്ങനെയാണ് ആ ഒരു വീഡിയോന്റെ സ്വഭാവം, അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്തേക്കുന്ന ഒരാൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിനകത്ത് ഒരിക്കലും പൊളിറ്റിക്കലി അങ്ങനെ ഭയങ്കര കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ഞാനടക്കം ഈ വീഡിയോനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമെങ്കിലും പക്ഷേ നമ്മൾ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളാണ്, അല്ലാണ്ട് നമ്മൾ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വെച്ചിരിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സീക്രട്ട് ഏജന്റിനും ഒരു വിഷയമായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാര്യം പുള്ളി ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും പലരും ഇങ്ങനെ ചിന്തിക്കും, എന്താണ് ഇവൻ വീഡിയോനകത്ത് വന്നിട്ട് ഇവൻ ഭയങ്കര രീതിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പറയും, അവിടെ വന്നിട്ട് ഇമാതിരി വർത്താനമുള്ളവൻ പറയണതെന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവ് സീക്രട്ട് ഏജന്റിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആദ്യം തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോനകത്ത്, അതായത് അവിടെ കാണിച്ച ആ വീഡിയോനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായി, അതായത് പൊളിറ്റിക്കലി അങ്ങനെ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള എന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്. അത് തന്നെയാണ് ഇവരും ഈ വീഡിയോനകത്ത് പറയുന്നത്. ബാക്കി കൂടെ കണ്ടു. സായിന്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് തന്നെയാവും പോകുന്നുണ്ടാവുക. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാനോ ഒരാളെയും അങ്ങനെ മീൻസ് ടാസ്കുകളിൽ ഗ്രൂപ്പായിട്ട് കളിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും സിംഗിൾ ആയിട്ട് ഗെയിം കളിക്കുന്നതിൽ ഒരിക്കലും തടസ്സം വരില്ല. ഇപ്പൊ ഈ സീക്രട്ട് ഏജന്റ് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം ഏതൊക്കെ അതിനകത്തുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പുറത്ത്, അതേപോലെ ഇവരെങ്ങനെയൊക്കെയാണ് നെഗറ്റീവ്, എങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇപ്പൊ ഒരു ഹീറോ പോലെയൊക്കെ ആവാം, ഈ വക സാധനങ്ങളെല്ലാം പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് ഈസി ആയിട്ട് ആ ഒരു സംഭവം വെച്ച് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരിവിടെ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഗ്രൂപ്പായിട്ട് നിൽക്കില്ല, പുള്ളി ഒറ്റയ്ക്ക് നിൽക്കണതെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകും എല്ലാവരും. അവിടെ ചെന്നിട്ട് ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പൊ നമുക്ക് ഇനി സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോന്റെ ലാസ്റ്റ് തന്നെ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടോ. ബിഗ് ബോസിൽ പോവല്ലേ? അപ്പൊ എന്താ പ്ലാനോ? മാനിഷ അരുത് കാട്ടാവാ പിന്നെ കൊണ്ട് പ്ലാനുകൾ പുറത്തെടുക്കും. അപ്പൊ അവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യല്ലേ എല്ലാം. ഞാനൊരു പാവല്ലേ, വളരെ പാവല്ലേ അല്ലെ ജിത്തുബായ്? പറയണ്ടോ?
പാവം തന്നെ ഇത്രയും ചെറിയ പാവത്തിനെ കണ്ടില്ല. ഇനിയിപ്പോ നേരിട്ട് നമ്മള് കാണാലോ. വായല് വിരലിട്ടാ കടിക്കാത്ത ഒരു പാവമാണ്. ഇത്രയും വലിയ പഞ്ചപാവത്തിന് ഈ ലോകത്ത് തന്നെ നമുക്ക് വേറെ കാണാൻ പറ്റൂല. വല്ല ഈ പാവത്തുങ്ങൾക്കുള്ള വല്ല അവാർഡും ഉണ്ടെങ്കിൽ അതും എടുത്ത് കൊടുക്കാറുണ്ട് സീക്രട്ട് ഏജന്റിന്. അപ്പൊ പുള്ളി പാവോടത്തൊക്കെയാണ് ഇത് പറയണത്. ഈ പറച്ചില് തന്നെ നമുക്ക് കേട്ടാൽ തന്നെ നമുക്ക് തോന്നും അവിടെ ചെന്നിട്ട് എന്തോ ഭയങ്കര കരയ്ക്കോ കടിച്ചു കീറാൻ നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ രീതിക്കൊക്കെയാണ് ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. പാവം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ബാക്കിയുണ്ടോ? നമുക്ക് കൂട്ട് ഇവരാരും ചോദിക്കൂല, ഞാനും ചോദിക്കൂല. കണ്ടറിഞ്ഞ് തരാൻ പറ്റും തന്നോളൂ. സീക്രട്ട് ഏജന്റ് ഇവിടെ ഓട്ടോ ഒന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇവരാരാ മക്കള്? ഇവര് വന്നിട്ട് നൈസായിട്ട് ഓട്ടൊക്കെ ചോദിച്ചിട്ട് പോയി. നിങ്ങളെല്ലാരും ഒരുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് സായി വരണം എന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പൊ സായി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരെയും സപ്പോർട്ടാണ് സായിക്ക് അത്യാവശ്യമുള്ളത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ പ്രത്യേക ആവശ്യമൊന്നും ഇല്ലാന്നറിയാം. എല്ലാരും വോട്ട് ചെയ്യണോ എന്നൊക്കെ ഇവര് വന്നിട്ട് വീഡിയോയിനകത്ത് പറഞ്ഞിട്ടേ പുള്ളി അവിടെ മറ്റേ ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനോ അങ്ങനെയൊന്നും വീഡിയോനകത്ത് പറയാറില്ല. കാര്യം എല്ലാം അറിഞ്ഞ് ചെയ്യട്ടെ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ നിൽക്കാറ്. അപ്പൊ ആ ഒരു സെയിം സാധനം തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പൊ ബിഗ് ബോസിൽ പോകുമ്പോഴും വോട്ടൊന്നും ഞാൻ ചോദിക്കൂല എന്നൊക്കെയുള്ള രീതിക്കാണ് പുള്ളി പറഞ്ഞത്. എന്നാൽ ഇവര് വന്നിട്ട് ഇവിടെ വോട്ടൊക്കെ ചോദിച്ചിട്ട് നല്ല നൈസായിട്ട് പോയി. ഇവർ രണ്ട് കൊള്ളാട്ടോ, നല്ല കോമ്പിനേഷൻ ആണ് ഇവർ രണ്ടുപേരും. ഇപ്പൊ സീക്രട്ട് ഏജന്റ് വൈഫായിട്ടുള്ള ഈ സ്നേഹ എന്ന് പറഞ്ഞവരാണെങ്കിൽ ഈ ജിത്തുബായ് എന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് അവർ രണ്ടുപേരും കൂടെ. ബാക്കിയും കൂടെ കണ്ടു. എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരും. നിങ്ങൾ എല്ലാവരും വോട്ട് എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും. എല്ലാ ജയിലിലും കയറും. സകല കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ആദ്യം ഉറപ്പ് വരുന്നു. എന്നിട്ട് അതിന് നേതൃത്വം അതെ, ചത്താലും കരയാനും പോണില്ല. കരഞ്ഞാൽ ഞാൻ അന്ന് അവിടെ വിറ്റി. ബാക്കിയെല്ലാം പറഞ്ഞു നോക്കിയേ. പക്ഷേ ലാസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് ചത്താലും കരയാൻ പോലുള്ള ഈ കരച്ചിൽ എന്ന് പറഞ്ഞ സാധനം തന്നെ അത് അത്ര മോശം കാര്യമാണ്. കാര്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും പല രീതിക്കുള്ള ഇമോഷനുകൾ ഉണ്ടാവും. ഈ കരച്ചിൽ എന്ന് പറഞ്ഞതാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഇമോഷനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാര്യം നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് പറയുന്നത്. അതായത് കരയുന്നത് എന്തോ മോശമാണ് എന്നുള്ള രീതിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാ. അതുകൊണ്ടപ്പോഴത്തേക്കും വേറെ ഒന്നും എനിക്ക് വിഷയമായിട്ട് തോന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്നെ പല വീഡിയോയിലാണ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനാണെങ്കിൽ ഇപ്പൊ എവിടെ വിഷമം വന്ന് ഞാൻ പൊട്ടിക്കരയും എന്നുള്ള രീതിക്കൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി തന്നെയാണ് ഇപ്പൊ പറയണത്. അതായത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജന്മം ചെയ്ത കരയൂല, ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോരും എന്നുള്ള രീതിക്ക്. അപ്പൊ അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. ബാക്കിയൊന്നും പിന്നെ ആരും സെന്റിക്കഥ പ്രതീക്ഷിക്കാതെ ഒരാള് സെന്റിക്കഥ പ്രതീക്ഷിക്കണ്ട. കഥ സെന്റി ആയിരിക്കും, പക്ഷെ പറയുന്ന രീതി വേറെ ആയിരിക്കും. കാരണം നമുക്ക് ആരും പറഞ്ഞ ശീലമുള്ളതേ. ഓക്കെ, അപ്പൊ ബിഗ് ബോസിനകത്ത് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക് ആണ്. അതായത് ഈ കരച്ചിൽ ടാസ്ക് മോഡ് ഈ സെന്റിക്കഥ അടിക്കുന്ന ഒരു ടാസ്ക് ഒക്കെ ഉണ്ടാവുന്നത്. അത് ഈ കഥ പറച്ചില്, കുടുംബ ചരിത്രം, ആ ഒരു സാധനം ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് പറയുന്നത്. അപ്പൊ അതെന്തായാലും ഒരു നല്ല കാര്യമൊന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ആ ഒരു ടാസ്കിന്റെ ഒന്നും ആവശ്യമില്ല അതിനകത്ത്. കാര്യം വെറുതെ നമ്മളെന്തിനാണ് ഇവരുടെ ലൈഫും ഇവരുടെ ലൈഫിനകത്ത് നടന്ന ദുരന്തങ്ങളും ഇതൊക്കെ അറിഞ്ഞിട്ട്. കാര്യം എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വന്നിട്ട് നാട്ടുകാരോട് വിളമ്പിയിട്ട് നമ്മുടെ ലൈഫ് കണ്ടിട്ടല്ല ഇവരാരും നമുക്ക് വോട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവര് നമ്മുടെ ഗെയിം കണ്ടിട്ടാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു സാധനമാണ് ഇവിടെ പുള്ളി പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നത്. മലപ്പുറക്കാരുടെ ആറാട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി ബിഗ് ബോസ് ശേഷം സ്ക്രീനിൽ പൊളിക്കണ്ടേ ഞാൻ അവിടെ പൊളിച്ചോണ്ട്. ഓക്കെ, അതാണ് അപ്പൊ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ വീഡിയോനകത്ത് പറഞ്ഞിട്ട് പോയത്. ഈ പറഞ്ഞിട്ട് പോയതൊക്കെ വെച്ചിട്ട് ഓക്കെയാണ്. പക്ഷെ ഇത് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ സംഭവമൊക്കെ കാണിച്ചാൽ മതി. അതായത് ഇപ്പൊ ഒരു വലിയൊരു രാജാവും അടുത്തത് എന്നൊക്കെ ഉള്ള രീതിക്ക്, അല്ലെങ്കിൽ കപ്പും കൊണ്ട് വരും എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരൻ ഉള്ളിനകത്തേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും സീക്രട്ട് ഏജന്റിൽ അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് ആണ് ഈ സീക്രട്ട് ഏജന്റ്. അപ്പൊ എനിക്ക് പുള്ളിനെ ഇപ്പൊ ഈ വീഡിയോസിനകത്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു സംഭവമൊക്കെ. അപ്പൊ അതിന്റെ അകത്ത് ചെന്നിട്ട് ഇനി എന്താവും പുള്ളിയുടെ ക്യാരക്ടർ എന്നിട്ട് ഇഷ്ടപ്പെടുകയില്ലോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ആ ബിഗ് ബോസ് ഒന്ന് മര്യാദക്കൊന്ന് കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും കൂടെ വെറുപ്പിച്ച് അത് ഞാൻ കാണാൻ ഒരു പരിധി വരെ ഞാൻ നിർത്തിയേക്കണേ. ഒരു പരിധി വരെ ഞാൻ പിന്നെ എടുത്തു പറയുന്ന ഒരു പരിധി വരെ. അപ്പൊ പിന്നെയും അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇതൊക്കെ കാരണം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കാൻ പോണെയാണ് ബിഗ് ബോസ്. അപ്പൊ എന്തായാലും ഇപ്പൊ 6 വൈൽഡ് കാർഡിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ലാലേട്ടനൊക്കെ ഒരു രക്ഷയില്ലാട്ടോ. കാര്യം പുള്ളി വെറുതെ തീ പാറണേണ്. അപ്പൊ എന്തായാലും ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഇനി അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് എന്താവുമെന്ന് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇനി അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ബ്രോ. അപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് പൊളിച്ചടിക്കേട്ട് വാ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.